ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എപ്പോഴൊക്കെയോ ശ്യാമ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഉള്ളതൊക്കെ ഞാൻ നിനക്ക് എഴുതിത്തരാം, എന്റെ മകളെ കണ്ടുപിടിച്ച് തന്നാ മാത്രം മതിയെന്ന്. കണ്ടെത്തിയ മകൾക്കാവട്ടെ സ്വത്തിനോട് ഒരു തരിമ്പ് പോലും താല്പര്യമില്ല. അയ്യോ, എന്താ ഇത് മോനെ? അയ്യോ വേണ്ട. ആരാ? വേണ്ട മോനെ. മോനെ വേണ്ട മോനെ. അയ്യോ വരുൺ, അങ്ങോട്ട് പോണ്ട. വാടാ. എന്നാലും ആരാന്ന് അറിയാൻ പറ്റില്ലല്ലോ. അറിയില്ല. സൂര്യ, കുഴപ്പമൊന്നുമില്ലല്ലോ? എന്നാലും ആരാന്നറിയില്ലല്ലോ. ആരായാലും കുറെ നേരമായി വീടിനകത്തുണ്ടെന്നാ തോന്നുന്നേ. ഏട്ടാ, ഞാൻ വന്നു കയറിയപ്പോ അടുക്കളയിൽ വല്ലാത്ത ശബ്ദം കേട്ടു. അച്ഛാ, ഞാൻ ചെന്ന് നോക്കുകയും ചെയ്തു. അപ്പൊ ആരും കണ്ടുമില്ല. ഇവിടെ ഇപ്പൊ ആരങ്ങനെ വരാനാ? വല്ല കള്ളന്മാരും ആയിരിക്കും. നാളെ സ്റ്റേഷനിലേക്കൊന്ന് വിളിച്ചു പറഞ്ഞേക്ക്. അതൊക്കെ വേണോ അച്ഛാ? സൂര്യ, ഞങ്ങൾ പോയിട്ട് നിങ്ങൾ ഇവിടെ നിൽക്കുക എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കേ വേണ്ട. എന്തോ ഒരു അപകടം ഇവിടെ ഉണ്ട്. എന്താ അപകടം? കള്ളന്മാരെവിടെ ഇല്ലാത്തത്? മോഷണ ശ്രമം നടത്തുന്നതിനിടയിൽ പിടിക്കപ്പെട്ട അവര് കത്തിയൊക്കെ കാണിച്ച് കൊല്ലാൻ ശ്രമിക്കും എന്ന് കരുതി നമുക്ക് നാട് വിട്ട് പോകാൻ പറ്റുമോ? വേണ്ട വരുൺ, റിസ്ക് എടുക്കണ്ട. അതെടാ, ഒന്നിച്ച് നിൽക്കുന്ന ദിവസങ്ങള് നമുക്ക് സന്തോഷമായിട്ട് ചുറ്റിക്കറങ്ങാം. അത് കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഒന്നിച്ച് മടങ്ങാം. ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസങ്ങൾ ഇങ്ങനെ പേടിച്ചു തീർക്കാൻ പാടില്ലല്ലോ. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളൂ, എവിടെ ചെന്നാലും നമുക്ക് പിന്നിൽ ശത്രുവുണ്ട്. എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക. വാ.
ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ വക്കീലെ? രാധികയുടെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് ചോദ്യങ്ങളൊന്നുമില്ലാതെ ഞാൻ നോക്കിക്കോളാം. ബാക്കി കാര്യങ്ങള് വക്കീലിന്റെ കയ്യിലാ. രാവിലെ ഒരു 10:30 ഞങ്ങൾ എത്താം. ഓക്കെ? മാലിനി, കൊട്ടാരക്കരയ്ക്കടുത്ത് കഴിഞ്ഞ ദിവസം നമ്മളൊരു ഫാം ഹൗസ് കണ്ടില്ലേ? അതിന്റെ ആളുകളെ ഒന്ന് വിളിക്കണം. പറ്റുമെങ്കിൽ അടുത്ത ആഴ്ച തന്നെ അത് രജിസ്റ്റർ ചെയ്യാന്ന് പറ. അവര് എപ്പോഴും റെഡിയാണ് മാഡം. പക്ഷേ എന്താ ഒരു പക്ഷേ? നാളത്തെ രജിസ്റ്റർ ഓഫീസിലെ കാര്യങ്ങളിൽ എനിക്ക് എന്തോ ഒരു ആശങ്കയുണ്ട്. നാളെ 10:30 നമ്മൾ രജിസ്റ്റർ ഓഫീസിൽ എത്തുന്നു. ശ്യാമയുടെയും രാധികയുടെയും പേരിലുള്ള സമ്പത്ത് മുഴുവൻ അവള് നമുക്ക് എഴുതി തരുന്നതിന്റെ പ്രമാണം രജിസ്ട്രാർ ഒപ്പിടുന്നു. പിന്നെ എന്താ അതിനൊരു സംശയം? മാഡം, പ്രമാണം വായിച്ചു നോക്കാനോ മറ്റോ രാധിക ശ്രമിച്ച? നാളെ രജിസ്റ്റർ ഓഫീസിലേക്ക് കയറുന്നത് മുതൽ അവിടെ നിന്ന് ഇറങ്ങുന്നത് വരെ നമ്മുടെ വക്കീല് തീരുമാനിക്കുന്ന കാര്യങ്ങളാ അവിടെ നടക്കുക. രജിസ്റ്റർ ഓഫീസിലെ ഓരോ ഉദ്യോഗസ്ഥർക്കും എത്രയാ വിഹിതമെന്ന് കൃത്യമായി തീരുമാനിച്ചിട്ടുണ്ട്. രജിസ്ട്രാറുടെ മുന്നിലെത്തുമ്പോ ഒപ്പിടേണ്ട കോളം അല്ലാതെ മറ്റൊന്നും രാധിക കാണില്ല. അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല മാഡം. മാഡത്തിന്റെ ഐഡിയാസ് ഒന്നും പാളിപ്പോയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് വിശ്വാസമുണ്ട്. ഇതുവരെ കളിച്ച കളികളുടെ കലാശക്കൊട്ടാ നാളെ. നാളെ രാധികയുടെ ഒരു ഒപ്പ് പതിഞ്ഞു കിട്ടിയ ശ്യാമ വാരിക്കൂട്ടി വെച്ചിരിക്കുന്ന സകല സമ്പത്തും പിന്നെ എന്റെ പേരില്. അതോടെ നമ്മൾ ഇവിടുന്ന് നാടുവിടുന്നു. പിന്നെ നമ്മൾ പുതുതായി എടുക്കുന്ന ഫാം ഹൗസിൽ കുറച്ചു കാലം, ആഘോഷങ്ങൾക്ക് മാത്രമായിട്ട് കുറച്ചു കാലം. കേട്ടോ മാലിനി? ആയിക്കോട്ടെ മാഡം. എപ്പോഴൊക്കെയോ ശ്യാമ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഉള്ളതൊക്കെ ഞാൻ നിനക്ക് എഴുതി തരാം, എന്റെ മകളെ കണ്ടുപിടിച്ചു തന്നാ മാത്രം മതിയെന്ന്. കണ്ടെത്തിയ മകൾക്കാവട്ടെ സ്വത്തിനോട് ഒരു തരിമ്പ് പോലും താല്പര്യമില്ല. അപ്പൊ പിന്നെ ഒരു കുറ്റബോധത്തിന്റെ ആവശ്യമുണ്ടോ?